പാർട്ട് 2 തുടങ്ങുവാണ്. ഇതാണ് എൻ്റെ വീട്ടിലേക്ക് വന്ന വഴി. തിരിച്ചാക്കി പറ്റില്ല, അതിനൊരു സാധനം അതില്ല എന്തെങ്കിലും വീഡിയോ അങ്ങോട്ട് തിരിച്ചാ പോട്ടെ, ക്യാമറ മാറ്റിയ പോലെ. ക്യാമറ മാറ്റണമെങ്കിൽ അത് ആ വീഡിയോ കളയണ്ടേ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു സിനിമാ നടന്റെ വീടാണിത്, ബേസിൽ ജോസഫിന്റെ വീട്. ഇതല്ല, ഇതാണ് തൊടുവെട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. സുൽത്താൻ ബത്തേരിന്ന് കുറച്ച് അകത്തേക്ക് വീട്. ഇതാ ബേസിൽ സിനിമാ നടന്റെ വണ്ടി കിടക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് വീട് കേട്ടോ, ആ സ്റ്റാർ ഇട്ടേക്കുന്ന. ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോ തൊടുവെട്ടി വളവാണ്. ലീവ് ജൂണില് കിട്ടും. അവള് പറഞ്ഞു വരണ്ട, അല്ല അവള് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അങ്ങോട്ടല്ല, എല്ലാരും കൂടി. അതാകുമ്പോ ഡിസംബറിൽ നടക്കുള്ളൂ. പ്രശ്നം എന്താ വെച്ചാൽ ഇവര് യാത്ര ഛർദിക്കും. ഇവരൊരു 20 കിലോമീറ്റർ. ഹലോ, അങ്ങോട്ട് പോണം. എന്താ അറിയോ, അവിടെ നല്ല മഞ്ഞുണ്ട്, ഇവിടെ എന്താ മഞ്ഞ് പെയ്യൂല. ഇവിടെ മഞ്ഞ് പെയ്യൂല ഇല്ലല്ലോ. ഇവിടെ മഞ്ഞൊന്നും പെയ്യൂല. ഇനിതാ നമ്മൾ അടുത്ത ജംഗ്ഷനാണ് കോഗപ്പടി. പുത്തൂർ എത്താനായിട്ട് എനിക്ക് അമ്മേന്റെ അടുത്ത് പോണം, പറ്റുമോ? അങ്ങോട്ടേക്ക് ഇനി വളവാണ്. ഈ വളവ് കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷൻ. അതല്ല, അവരൊരു കവർ തരും. എന്നാലും നീ ഛർദിക്കാതിരിക്കൂല. ഇതെന്താ ഫുള്ള് പോകാം. ഇതുണ്ടോ ഇവിടെ ഇവിടെ ഭയങ്കര തീയാണ്. ഇവിടെ ഞാൻ പോയി നോക്കിയതാ, 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇതാണ് കോട്ടപ്പടി ജംഗ്ഷൻ. സ്ഥലമാണെങ്കിൽ ഒരു എടുക്കുന്നുണ്ട്. ഓ പുത്ത ഇതിൽ കൂടെ പോകും. ഇതാണ് പ്രധാനപ്പെട്ട ജംഗ്ഷൻ കോട്ടപ്പടി. ഡാൻസ് ക്ലാസ്. ഇത് ഡാൻസ് കളിക്കുന്ന ഇവിടെ കേട്ടോ. ഒരു സ്വിഫ്റ്റ് അടക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ സ്കൂള്, പ്രസന്റ് ഇംഗ്ലീഷ് പബ്ലിക് സ്കൂൾ പുത്തുംകുന്ന്. ഇതാ കണ്ടോ, എടി ഇതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതെനിക്കറിയില്ല. അപ്പൊ ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുന്നു. ഇവിടുത്തെ പാനൊക്കെ വരും അല്ല, ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫോറസ്റ്റാ. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വളഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതിൽ കൂടെ നമ്മളെ വീട് പോയാലാണ് എന്റെ വീട്. കേറൂല, കേറൂല, വെറുതെ കയറ്റണ്ട. ഇല്ല, അവിടെ തട്ടും. അത് വലിയ വളവാ. അവള്
കളിക്കാൻ പറ്റുമോ? അറിയില്ല, നോക്കടാ. അയ്യോ ഇതാണ്, ഇതിൽ കൂടെ ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. ഇതിൽ കൂടെ ഇതിൽ കൂടെ മേലോട്ട് കളയാൻ. ഇത് ജാസ്മിൻ. എൻ്റെ സബ്ബൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ടത് അവരാണ്. സബ്സ്ക്രൈബിന് ചെറുതാക്കി പറയുന്നത്. ഇതവിടെ വീട് കണ്ടു. അടുത്ത വീടൊക്കെ മറന്നു പോയിട്ടോ. എവിടെയാണ്? ഇടക്കിടക്കൊക്കെ പോണേ. ഇതേ പൂച്ച. പൂച്ച എനിക്ക് വേണം പൂച്ച. എല്ലാരും അന്തം തിരിച്ചൂടെ? തിരിയില്ലേ? അപ്പുറത്തോ? അപ്പുറത്ത് നോക്കണ്ട, നമ്മള് വലിയ സുഖമൊന്നുമില്ല ഇപ്പൊ. ആണോ? ഇത് തെറ്റിയോ? തെറ്റിയോന്ന് വെച്ചാൽ ഇവര് തമ്മിലുള്ള പ്രശ്നമാണ്. വലിയ കുഴിയാണത്. ഈ സൈഡിൽ കൂടി സൈഡ് അതൊരു കുഴി. ചേട്ടയ്ക്ക് നേരം കിട്ടിയില്ല, അതാണ് നമ്മമാര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവർക്ക് ഇട്ടാ പോലെ നമ്മൾ പൈസ കൊടുക്കും. തല മാറ്റണം. അതില് കാണില്ല, അതില് കാണില്ല. മറ്റേ തിരിക്കുമ്പോ കിട്ടിയോ? അവരായിട്ട് എന്താ തെറ്റിയത്? എന്തിനാ ഇവര് തമ്മില് സ്കൂളിൽ എന്തോ കശുവശ പ്രശ്നം. നിങ്ങളൊക്കെ ഒരേ സ്കൂളിലാണോ? എന്നിട്ട് അതിന്റെ ഉമ്മ എന്താക്കി വേറെ ഉമ്മനെയൊക്കെ വിളിച്ചിട്ട് ഇവിടെ വന്നേക്കുന്നു ചോദിക്കാനോ പിടിക്കാനോ. എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ പറഞ്ഞു സ്കൂളിലെ പ്രശ്നം സ്കൂളിൽ തീർക്കണ്ട, വീട്ടിലേക്കാണോ വരണേ? ആൾട്ടോ വന്നു കിടപ്പുണ്ടല്ലോ. അമ്മേ താക്കോലൊക്കെ ഇനി എന്ത് ചെയ്യും? തിരിക്കാൻ പറ്റുമോ? അതിനെ കയറ്റി അങ്ങോട്ട്. ഇപ്പൊ താക്കോൽ എവിടെയായിരുന്നു? വണ്ടിയുടെ അവര് വിളിച്ചില്ല? ചേട്ടായിനെ വിളിച്ചിട്ടുണ്ടാവും. തുറക്ക്. അപ്പൊ എൻ്റെ വീട്ടിലെത്തിക്കുവാണ്. ഇതാണ് എൻ്റെ വീട്. ഇതെന്റെ ഇപ്പൊ പുതിയ കാറാണ്. ഇനി അടുത്തൊരു ബൈക്ക് ഉണ്ട്. അത്രയേ ഉള്ളൂ വേണ്ട ഈ കൊച്ചു വീഡിയോയ്ക്ക്. നിങ്ങൾ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക. ഷെയർ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യരുത്, ഉറപ്പാ ഇഷ്ടപ്പെട്ടിരിക്കണം അല്ലേ? ഡിസ്ലൈക്ക് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. കമന്റ് ചെയ്യണം.